സയൻസ്. തക്കടുവേ ഓ വന്നാ ഓ വന്ന് ബാത്റൂമിൽ പോയാ? ഓ കഴിക്കാനെടുക്കട്ടെ അമ്മ? വേണ്ട. പിന്നെ വേണ്ട. നീ വിശക്കണില്ല. തീരെ വിശപ്പില്ലാന്നേ. വയറിന് വല്ല അസുഖം വരും. ഞാൻ പിന്നെ കഴിച്ചോളാം. പിന്നെ ഇനി എപ്പോഴാ? രാവിലെ കഴിക്കണ്ടേ? ഉച്ചക്ക് കഴിച്ചാ മതിയോ? ദേ മാമനും ദേ ഡാഡിയൊക്കെ കഴിക്കണോക്കെ ഒരെണ്ണം കഴിക്കുന്ന. അതെ പിന്നെ കഴിച്ചോളാം. എടാ 5 എണ്ണം കഴിച്ചില്ലേടാ? 5 പൊട്ടു ബിരിയാണി പൊട്ടു പോലെ ഇത് നോക്കിയേ, ഈ 2 എണ്ണം ഉള്ളു, ബാക്കി കൊച്ചിന് കൊടുക്കാൻ വെച്ചേക്കണതാ. മാവ് കുറവായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ? പിന്നെ നീ പറയണ്ടെങ്കിൽ ഞാൻ 2 എണ്ണം അവന് കൊടുക്കാനല്ല. നിങ്ങൾക്ക് ആകെ 3 എണ്ണം തന്നുള്ളല്ലോ. ആണ് പറഞ്ഞത്. ഈ പറഞ്ഞ മാതിരി ആളെന്തരം കണ്ട് വിളമ്പണ്ടേ? ഇത് ഇനി 5 എണ്ണം കഴിച്ച ഒരു മനുഷ്യന്റെ വിശപ്പ് മാറൂലേ? ഇതാ ഞാൻ പറയണത്, സമയത്തിന് പോയിട്ട് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരണോന്ന്. അരിയില്ല, മാവില്ല, ഒരു കുന്തോ ഇല്ല ഇവിടെ. ഞാൻ പിന്നെ ഉള്ളതും കൊണ്ടാ ഉണ്ടാക്കിയത്. കടയിൽ പോയപ്പോ അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല. വായനശാലയിലൊക്കെ ചെസ് കളി മത്സരത്തിന് ഫസ്റ്റ് മേടിച്ചിട്ടുള്ള ആളെ. കളിക്കങ്ങോട്ട് എന്നാ പിന്നെ അങ്ങോട്ട് കളിക്കും. കുറെ നേരമായിട്ട് ഞാൻ അയ്യോ വെട്ടല്ലേ അമ്മാവ. എന്റെ കോയിനെ വെട്ടാനാണ് നിന്റെ ഈ കോയിനെ അവിടെ ഇരിക്കുന്നത് കേട്ടാ. കളിക്കും കുതിര ഇവിടുന്ന് ഇങ്ങനെ ചാടി കളിക്കടാ. അത് കണ്ടില്ലടി. അടുത്ത കളിക്ക്. അത് കണ്ടില്ല. അയ്യോ ഇങ്ങനെയൊക്കെ ചാടാവോ? കാലള് വെട്ട് എങ്ങനെയല്ലേ? നീ എന്താ കളി? ഇങ്ങനെയല്ലേ പോക്ക് അങ്ങനെ വെട്ട് ഇങ്ങനെയാണ്. നീ ആരോ പഠിപ്പിക്കണ്ട. അത് എന്താ അറിയാത്ത പോലെ പൊയ്ക്കാണ്. കള്ളക്കളി. അയ്യോ എന്റെ കളിക്കാം. അത് നീ ഇങ്ങനെ ആലോചിച്ചിരിക്കല്ലേ? എനിക്ക് കളി കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിച്ചിട്ട്. എത്ര നേരം ആലോചിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പിന്നെ സമയം തരണ്ടേ? നീ ഭക്ഷണം കഴിച്ചിട്ട് വേണം കുളി കഴിക്കാൻ. കൈ വരയ്ക്കാൻ തുടങ്ങി. അവിടെ നിക്ക്. ഭക്ഷണം കഴിക്കണതാ. എടുത്ത് ഇങ്ങോട്ട് വെച്ചു. അത് വേണ്ട വേണ്ട വേണ്ട. എന്ത് കൈയെടുക്കാൻ പറ്റില്ല. കോയിലിൽ പിടിച്ച ആ കോയൻ തന്നെ കളിക്കണം. ലില്ലിയ, ഒരു കോയിൻ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ കോയൻ കളിക്കണം. അതാണ് നിയമം. ഞാൻ വെറുതെ ഇങ്ങനെ തൊട്ടും തന്നെ കളിക്കണം. ചേച്ചൊന്നും ഉണ്ടായിരിക്കും. തൊട്ട് തന്നെ വെക്കണം. ചെക്ക് 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 ചെക്ക്. അതെങ്ങനെ മന്ത്രി ഇങ്ങോട്ട് വരുന്നത്? ഇതിങ്ങനെ നേരെ ഇവിടുന്ന് ഇങ്ങനെ വന്ന് കാലാളുണ്ടായിരുന്നു. അതവിടെ ഇവിടെ കാലാളുണ്ടായിരുന്നു. ഇത് ശരിയല്ല. കള്ളക്കളി കളിക്കാൻ പറ്റില്ലെന്ന്. കള്ളക്കളി അത് കള്ളക്കളി. ഒന്നും ചേച്ചിയാണ് കാരണം. അത് ചേച്ചി പറഞ്ഞു കൊടുക്കേണ്ടത്. അവിടെ കാലാളുണ്ടായിരുന്നു. അവള് കള്ളക്കളി കളിച്ചില്ല, ഞാൻ കണ്ടോണ്ടിരിക്കുന്നല്ലേ. ഒന്നും നിങ്ങളുടെ കൂടെ കളിച്ചാൽ ഞാനാണ് തെറ്റേര്. ഇനി കളി വേണ്ട. ഞാൻ ഒരു വയസ്സായ ആളല്ലേ. എന്റെ അടുത്ത് കള്ളക്കളി കളിക്കാൻ പാടില്ല. സത്യം പറഞ്ഞ തലേ തൊട്ട് അവിടെ കാലാളുണ്ടായിരുന്നു. കളിക്കുമ്പോഴേ ഇങ്ങോട്ട് വേണ്ടത്. ഇനി ഇവിടെ ചെസ് കളി വേണ്ട. ഞാൻ പോവാ. നമുക്ക് ആഹാരം കഴിക്കാൻ. എനിക്ക് ആഹാരം ഒന്നും വേണ്ട. അയ്യോ മരുന്ന് കഴിക്കണ്ടേ? മരുന്ന് കഴിക്കണ്ട. ഞാനൊരു ചത്തോട്ടപ്പോൾ വെച്ച ചോറ് ബാഗാനിക്ക് വേണ്ട. അങ്ങനെ വേണ്ട. നിങ്ങള് അമ്മായി മരുവോട് ഒറ്റക്കെട്ടായി നിന്നിട്ടില്ല. എനിക്ക് നിങ്ങളുടെ ഭക്ഷണം വേണ്ട. കളി വേണ്ട. ഒന്നും വേണ്ട. പോർന്നു. എനിക്ക് വേണ്ട പറഞ്ഞില്ലേ. അമ്മവ കഴിച്ചിട്ട് പോവാൻ വേണ്ടത്. അവൻ കഴിക്കണ്ട. അവര് വേണ്ടെങ്കിൽ അവൻ കഴിക്കണ്ട. സത്യം പറ. നീ കള്ളക്കളി കളിച്ച അമ്മ കണ്ട ഞാൻ കള്ളക്കളി കളിക്കുന്ന? എനിക്ക് കളി വല്ലതും അറിയാമോ? ഞാൻ കള്ളക്കളി ഒന്നും കളിച്ചൊന്നുമില്ല. സത്യം പറയണം. ചെറുതായിട്ട്. അല്ല അവന് ഭയങ്കര ദേഷ്യം. ഞാൻ പോയി വിളിക്കട്ടെ? വേണ്ട വേണ്ട, വിളിക്കുകയൊന്നും വേണ്ട. അവസാനം ഉണ്ടല്ലോ ഗുളികയും ആഹാരമൊക്കെ കഴിക്കാൻ ഈ ചിരിയുണ്ട്. എങ്ങനെ എന്ന് വിളിക്കുമ്പോ അവൻ പഠിച്ചോളൂ. നാട്ടുകാർ ചിരിക്കുമ്പോഴത്തേക്കും അന്നേ വിളിക്കണ്ട. ക്ലീറ്റോ എന്നെടുക്കുക. ഞാൻ ഇച്ചിരി കട്ടനൊന്ന് ഒഴിച്ചു കുടിച്ചേ. വേഗം കഴിക്കും വേഗം കഴിക്കും. ഇതും കൂടിയേ ഉള്ളൂ. നീ എന്ത് കഴിഞ്ഞില്ലേ? അല്ല ഇവൻ സാധാരണ അരമുറി മുക്കാമുറി അല്ല തിന്നേ. അതുകൊണ്ട് ആ ഇഡലിയുടെ കഴിക്കാന്ന് വെച്ചിരിക്കുക. അതിന് ഇവിടെ ഇനി എവിടെ അവൻ കഴിക്കല്ലേ? അവൻ കഴിച്ചല്ലോ. കഴിച്ച പിന്നെ അവൻ 2 എണ്ണം കഴിച്ചു. എന്തൊരു ചതിയാടാ കാണിച്ചത്. ചേച്ചി പോയി കയ്യിലടാ ചുമ്മാ. ഇതും കൂടി ഉള്ളു കഴിഞ്ഞു. പോയി കൈ കഴിക്കാം. എന്ത് അല്ലെങ്കിൽ തല്ലിക്കൊന്നാലും തിന്നാത്തവൻ. അന്ന് 2 എണ്ണം കഴിച്ചിട്ട് ഇനിയും വേണോന്ന്.
അന്വേഷണം കാണും. ഇനി ഇല്ല. മകളെ ഇപ്പൊ ഇവിടെ ഇഡലി തീർന്നു. ഒരു കാര്യം ഞാൻ ഡാഡി കുറച്ച് കഴിഞ്ഞ് പുറത്ത് പോകും. പുറത്ത് പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും മേടിച്ചുണ്ടോ കഴിക്കാം? ബ്രെഡോ? ശരിയാ, ബ്രെഡോ എന്തോ അത് ശരി. മോൻ പോയി കൈ കഴുകുക. ബാ. ഉണ്ടാക്കാൻ വെച്ച് തോനെ ഉണ്ടാക്കി നല്ല പാടുണ്ടോ? മാറി മാറി ആ വാ. കഴിക്കാൻ എന്തെങ്കിലും എടുത്താ കഴിക്കെടുക്ക്. ആ കഴിക്കാൻ എല്ലാം കഴിഞ്ഞു. കഴിഞ്ഞു. ഇച്ചിരി ഇവിടെ നമ്മൾ കുറച്ച് ഇഡലിയുള്ള അമ്മ. എന്താണ് അപ്പൊ ഞാൻ ഇവിടെ വന്ന് നിങ്ങൾ കണ്ടില്ലേ? അല്ല അമ്മ സാധാരണ അപ്പുറത്തുനിന്നല്ലേ കഴിക്കണേ? അതെന്താ അപ്പുറത്തുനിന്ന്? എടാ എനിക്ക് നേരത്തിന് ഭക്ഷണം കഴിച്ചില്ല, ഷുഗർ ഉള്ളതല്ലേ. ഞാൻ അപ്പുറത്തുനിന്ന് കഴിക്കോ ഇപ്പുറത്തുനിന്ന് കഴിക്കോ നിങ്ങളാ തീരുമാനിക്കണേ. അമ്മാവ സാധാരണ അമ്മ ഇവിടെ വരുമ്പോൾ നമ്മൾ കഴിക്കാൻ വിളിച്ചാൽ തന്നെ അമ്മാവൻ വരൂല. ഞാൻ അവിടെ നിന്ന് കഴിച്ചോളാന്ന് പറയും. അതുകൊണ്ടാണ് അമ്മാവൻ അവിടുന്ന് കഴിച്ചെന്ന് വിചാരിച്ചു. ആ എന്തായാലും നീ പറയണേ. എനിക്കിപ്പോ കനകനും നീ ഒരുപോലെ അല്ലേ. ഞാൻ ചിലപ്പോ അവിടുന്ന് കഴിക്കും, ചിലപ്പോ ഇവിടുന്ന് കഴിക്കും. എനിക്കിപ്പോ ഇവിടുന്നാണ് കഴിക്കാൻ തോന്നുന്നത്. ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് പൈസ വരെ ഞാൻ ഹോട്ടലിൽ നിന്ന് സൂപ്പർ സാധനം മേടിച്ചു. കടയിൽ നിന്ന് കഴിക്കാനാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരണോ? കാശ് കൊടുത്ത് എനിക്ക് മേടിച്ച് കഴിച്ചാൽ പോരെ? എനിക്കിന്ന് ഇവിടെ ഇരുന്ന് കഴിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന്. ശരി അമ്മാവ സമാധാനമായിട്ട് ഇങ്ങനെ ബഹളം വെക്കണ്ട. അമ്മാവന് ഭക്ഷണം തന്നാ പോരെ? അതെ നീ ആ ലില്ലിയുടെ അടുത്ത് അവിടെ പോയി എന്തിനുണ്ടെന്ന് മേടിച്ചോണ്ട. അതിനാ ലില്ലിയെടുത്ത് നിങ്ങൾ പോണ്? അവിടെ വെച്ച ഭക്ഷണം കഴിക്കാനാണെങ്കിൽ എനിക്ക് അവിടെ പോയി കഴിക്കാറില്ലേ? അവിടെ വെച്ച ഭക്ഷണം എനിക്ക് വേണ്ട. എനിക്ക് ഇവിടുന്ന് കഴിക്കണം. എന്താ അവിടുന്ന് കഴിക്കാറുള്ളല്ലേ? അത് വേണ്ടെന്നേ. അവിടെ ഇപ്പൊ അമ്മായി മരുവളൊക്കെ ഒരു ഒറ്റക്കെട്ടല്ലേ. അങ്ങനെ ചേച്ചിന്റെ കൂടെ കണ്ടേ. ഞാൻ തോൽക്കണ അവർക്ക് കാണണം. അങ്ങനെ അഹങ്കാരമുള്ളവരുടെ ഭക്ഷണം എനിക്ക് വേണ്ട. എനിക്ക് ഇവിടുന്ന് ഭക്ഷണം വേണം. എന്തിലാ അവിടെ തോപ്പിച്ചേ? ഇപ്പൊ എന്താ അതിപ്പോ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലേ? എന്താ പ്രശ്നം അത് പറയാ. അവിടെ പ്രശ്നം പറഞ്ഞാൽ നീ പരിഹരിക്കോ? അത് പരിഹരിക്കണ്ട. അതങ്ങനെ കിടന്നോട്ടെ. എന്താ കുണ്ടക്കറിനുള്ള കാരണം നീ വിട്ടായിരിക്കണം. എന്റെ കുടുംബത്തിലെ കാര്യം എന്നോട് പറയണം. ഞങ്ങളൊരു കാര്യം സംസാരിക്കുമ്പോ ഇടയിൽ കയറി പറഞ്ഞു. അമ്മാവ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കി തന്നാ മതിയോ? ഓംലെറ്റ് അടിക്കാം. വേറെ ഒന്നുമില്ല. എന്നാ പിന്നെ ഒരു ഡബിൾ ഓംലെറ്റ് ആയിക്കോട്ടെ. അതാണ്. അന്നൊരു കാര്യം ചെയ്യടി, സവാള കൂട്ടിയിട്ടിട്ട് അടിച്ചു. അപ്പൊ സവാള കുറച്ച് അധികം കിട്ടും. അപ്പോഴത്തേക്കും കുറച്ച് വിശപ്പ് അതിന് മാറും. ആ ഡബിൾ ഓംലെറ്റ് കഴിച്ച് ഗുളി കഴിച്ചാലും കുഴപ്പമില്ല. എന്നാലും ഞാൻ അവിടുന്ന് കഴിക്കില്ല. പഠിക്കണ്ടേ? എനിക്ക് പഠിക്കാണ്ട്. പഠിച്ചോ. ഒന്നാമത് നിങ്ങൾ അമ്മാമൻ അവിടുന്ന് കഴിക്കോ ഇവിടുന്ന് കഴിക്കോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യരുത്. എന്താ ഇപ്പൊ അവിടുത്തെ പ്രശ്നം എന്താ അമ്മ? അവിടെ പ്രശ്നം എന്റെ പെങ്ങള് ശരിയല്ല എന്നെ. എന്റെ പെങ്ങള് ശരിയല്ലെങ്കിൽ അതിന്റെ കാരണക്കാരൻ അവളെ ഭർത്താവ് അവന്റെ കൂടെ കൂടിയ പിന്നെയാണ് അവളും അങ്ങനെ ആയത്. പിന്നെ അവരുടെ കൂടെ കൂടിയിട്ട് അവനങ്ങനെ കുറ്റൊന്നും പറയല്ലേ. വന്നേ. ആ അത് ചെല്ലേ. നിങ്ങൾ ആങ്ങളും പെങ്ങളും അങ്ങനെ ഒറ്റക്കെട്ടാവാൻ നിൽക്കല്ലേ. ഓ ഒരു മുട്ടയുള്ളൂ. ഒരു കാര്യം ചെയ്യാം. അത് വെച്ചിട്ട് ഇച്ചിരി സവാളയൊക്കെ കൂട്ടിയിട്ടിട്ട് ഇച്ചിരി വലിപ്പാക്കി ഉണ്ടാക്കി കൊടുത്താൽ അതൊക്കെ അമ്മാവന് മനസ്സിലാവും. പിന്നെന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും. അപ്പുറത്ത് പോയിട്ട് അവിടെ പോയി മുട്ട ഉണ്ടാക്കി വരണം. വാങ്ങിച്ചോളാം. അമ്മാവനെ അറിഞ്ഞ കളിക്കൂല. അറിയണ്ട. നീ പുറത്ത് വേറെ വേപ്പില പറിക്കാന്ന് പറഞ്ഞിട്ട് പതുക്കെ പുറത്ത് പോയിട്ട് വേപ്പില പറിച്ചിട്ട് പോയിട്ട് വാ. ഞാൻ 2 കരിയാപ്പലന്റെ കണ്ടെടുത്തിട്ട് വരട്ടെ. ആ കറിവേപ്പില ഇട്ടതല്ല. അത്യാവശ്യം വലിപ്പമുള്ള മുട്ടയാണ്. ഇത് വെച്ചടിച്ചാലും മതിയായിരുന്നു. എന്ത് ചെയ്യാനാണ്? ഓരോ കഴിക്കാറുണ്ടോ? ചേച്ചിയല്ലേ, ചേച്ചി വയറ് നിറച്ചും കൊടുത്തിട്ടുണ്ടാവും. അത് കഴിച്ചില്ലെങ്കിൽ കഴിക്കണ്ട. അത്ര കൊച്ചു കുഞ്ഞൊന്നുമല്ല. അവന്റെ ആരോഗ്യം നോക്കേണ്ടത് അവന്റെ കടമയില്ല. വല്ല കാര്യം ഉണ്ടല്ലേ? വെറുതെ കൈ വറക്കുന്നെന്ന് പറഞ്ഞ ആളാണ് വെള്ളം വെച്ച് പോയത്. അതെ എന്താടേ? എന്തുവാണ് ചേച്ചി? പേടിച്ചു പോയി. എന്ത് ഇതുവഴി വന്നാ? ഞാൻ പുറകെ കൂടി വന്നത്. അതെ അമ്മാവൻ എന്താ വാദാ? ഫസ്റ്റ് ഞാനോട്ട് മര്യാദക്ക് ചെസ് കളിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പൊ ഞാൻ ചെക്ക് പറഞ്ഞ ഉടനെ അതൊക്കെ തട്ടിയിട്ടിട്ട് ഒറ്റ പോക്ക്. ഞാൻ കള്ളക്കളി കാണിച്ചു. അതാണ് നിങ്ങളെ കൊറേ കുറ്റം പറഞ്ഞു. പ്രത്യേകിച്ച് നിന്നെ പറയുമല്ലോ. ഒരു മുട്ട തന്നെടി. മുട്ട എവിടെ ഇല്ല. പിന്നെ ഉണ്ടാവും. ഒന്ന് നോക്കില്ല. ചേച്ചി എന്നാ ഫ്രിഡ്ജിൽ പോയി നോക്ക്. മുട്ട ഇല്ലെന്ന്. ഉണ്ടായിട്ട് ഞാൻ തരാതിരിക്കോ? ഇല്ല. ദൈവമേ. ഡബിൾ ഓംലെറ്റ് ചോദിച്ചു. ആര്? അമ്മാവൻ. നല്ല വിശപ്പ്. ഞാൻ തരാന്ന് പറയുകയും ചെയ്തു. നോക്കുമ്പോ ഒരെണ്ണേ ഉള്ളൂ. ആ ഒരെണ്ണം ഉണ്ടല്ലോ, അത് വെച്ച് ഡബിളല്ലേ ചോദിച്ചു. ഇനി ഒരെണ്ണം കൊടുത്തെങ്കിൽ അതിനാ അടുത്ത ദേഷ്യം. ഒരു വലിയ സവോളയെ കൊത്തിരിഞ്ഞിട്, കുറച്ച് തേങ്ങയും ചെരിട്. അപ്പൊ വലുതായിട്ടുണ്ടായി. എന്നാലും മനസ്സിലാവൂലേടി. മുട്ടത്തൊണ്ട് കിടപ്പുണ്ട് അവിടെ. മുട്ട
നമ്മുടെ അടുക്കളയിൽ അവിടെ മുട്ടത്തുണ്ട് കിടപ്പുണ്ട് വേസ്റ്റിൽ. ഒരു മുട്ടത്തുണ്ടും കൂടെ അവിടെ സൈഡിൽ വെച്ചാൽ മതി. അപ്പൊ 2 എണ്ണം എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയൊക്കെ ഇവരൊക്കെ പറ്റിക്കാൻ പറ്റുള്ളൂ. ചെല്ല്. ഈ ആങ്ങളെന്നെ എവിടുന്ന് കിട്ടിയ അമ്മക്ക്? ഒരു മുട്ടത്തോട് വെക്കല്ലേ, 2 എണ്ണം വെക്കണം. ഒന്ന് ഇവിടുന്ന് എടുത്തോണ്ട് പോകണം, ഒന്ന് അവിടെ ഉള്ളത്. ചെല്ലുമ്പോ അങ്ങനെ ചെയ്യല്ലേ. വിശപ്പ് സഹിക്കാൻ വയ്യാതിരിക്കുകയാണ് അവിടെ നിന്ന്. അബദ്ധമായി പോയെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്തോ തങ്കച്ചേട്ടത്തി അവിടെ ഇപ്പൊ ഇതുവഴി അങ്ങ് പോയല്ലോ. പോയോ? എന്ത് ചേച്ചിനെ അന്വേഷിക്കണം? ഓ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അമ്മാവൻ ചുമ്മാ ഇരുന്ന് കിണി 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 കിണീന്ന് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. ആ ഇവിടുന്ന് എന്റെ അടുത്തുനിന്ന് വഴക്ക് പിടിച്ച് പോയതാ. ആ ചെസ് കളിച്ചപ്പോ ഞാൻ കളത്തിലും കാണിച്ചു. പറയാ നീ കഴിച്ച എന്തെങ്കിലും ഇവിടെ നിന്ന്? ഒരു 1.5 ഇഡലി ബട്ടൻസ് പോലുള്ള കഴിച്ചു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അവിടെ മാവ് കണ്ട് കുറവായിരുന്നു. ആണോ? ഇവിടെ വല്ലതും ഉണ്ടോ കഴിക്കാൻ? ഇവിടുത്തെ അമ്മാവന് മാറ്റി വെച്ചേക്കുന്ന 2 അപ്പം ഉണ്ട്. ഓ വേണേ കഴിച്ചു. അമ്മാവന് ഇനി കഴിക്കുമെന്ന് തോന്നുന്നില്ല. നിർബന്ധിക്കുവാണെങ്കിൽ പിന്നെ പ്ലേറ്റ് കഴിച്ചല്ലേ പറ്റൂ. അതിൻ്റെ അകത്തുണ്ട്. നിർബന്ധിക്കുമ്പോഴേ ഇപ്പൊ കഴിക്കാതിരിക്കുന്നത് ശരിയല്ലേ. അമ്മ കഴിക്കും. പ്രോട്ടീൻ അല്ലേ. ചായ വേണോ? ചായ മധുരം കൂട്ടി വരണം. മധുരം കൂട്ടുന്നില്ല, ഇട്ടതുണ്ട്, അത് തരും. ചൂടാക്കി ചേച്ചി പഞ്ചാര ഇട്ട മധുരം കൂടത്തില്ലേ? ആ ചൂടാക്കണ്ടെന്നേ. അമ്മ ഒന്നും കൂടി പൊക്കോട്ടെ. ഒരുപാട് മധുരം ഒന്നും വേറെ കേട്ടാ അവനെ പോലെ ആയി. മകനെ കുറച്ച് ഷുഗർ ലെവൽ കുറയും. ആയിരുന്നു. അമ്മയ്ക്ക് വേണോ ചായ? അയ്യോ മുട്ട പൊട്ടി. ഈ മുട്ട പൊട്ടിയാലാണ് നീ മരണ വീട്ടിൽ കിടന്ന് കരയണ പോലെ കരയണ്? ഇതെങ്ങനെ പൊട്ടി? കാറ്റടിച്ചെങ്ങാനും വീണതാണാവോ ഇനി? കാറ്റടിച്ച് വീണ മുട്ട പൊട്ടും അങ്ങനെ? പിന്നെ എന്നാ പിന്നെ ക്ലീറ്റോന്റെ കൈ വല്ലതും തട്ടിയോ? ഞാൻ ഇത് തൊട്ടൊന്നുമില്ല, ഞാൻ കണ്ടുമില്ലല്ലോ. ഞാൻ അവിടെ വെച്ചിരുന്നു. അപ്പൊ കാറ്റടിച്ചിട്ട് വീണ. നേരത്തെ കുറച്ച് നേരം നല്ല കാറ്റുണ്ടായിരുന്നു, കാറ്റടിച്ച് പൊട്ടിയിരിക്കും. 2 മുട്ടയും പൊട്ടിയോ? ഒന്ന് അല്ല 2 പൊട്ടി. 2 പൊട്ടി. ഇതേ തൊണ്ട്. അയ്യോ അല്ല, 2 മുട്ടയുടെയും തൊണ്ടുണ്ട്. പക്ഷെ ഒരു മുട്ടയുടെ ഉണ്ണിക്കരയുള്ള കാണാനുള്ളത്. അമ്മാവാ, ഇപ്പൊ കോഴികളെയൊന്നും വിശ്വസിക്കാൻ പോലില്ല. ചില കോഴി ഇടണ മുട്ടയിൽ ഉണ്ണിയേ ഇല്ല. ചിലതിലാണെങ്കിൽ 2 ഉണ്ണിയുണ്ട്. ഇവിടെ കിട്ടിയ മുട്ടയിൽ അങ്ങനെ 2 ഉണ്ണി ഉണ്ടായിരുന്നു. റൊണാൾഡോ മേടിച്ചിട്ട് വന്നായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ മുട്ട തിന്നാനുള്ള യോഗം ഇല്ല. ഇതിങ്ങനെ 2 മുട്ടത്തോടെ ഇവിടുന്ന് വീണ് പൊട്ടിയ മുട്ട. അവിടെ മുട്ട ഉണ്ടായില്ല. അപ്പൊ നിങ്ങളുടെ പെങ്ങളാ പറഞ്ഞത് ഒരു മുട്ടത്തോട് കൊണ്ടുവന്നിട്ട് ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് 2 മുട്ട ഉണ്ടായിരുന്നു പറയാം. എന്തോ ചെയ്യും? എന്ത് ചെയ്യാന്ന് ഓരോ സംഭവങ്ങൾ വരണതേ. നമ്മള് ഭക്ഷണം കഴിക്കേണ്ട, ഗുളി കഴിക്കാൻ പറ്റില്ല. അതെ അമ്മാവാ, ഞാൻ ഒരു കാര്യം പറയാം. വെറുതെ ഉള്ളിൽ വാശിയൊക്കെ ഇട്ടിട്ട് ഭക്ഷണം കഴിക്കാതിരുന്ന് വേറെ അസുഖങ്ങൾ വരുത്തണ്ട. നമുക്ക് ആ ലീലയിലൂടെ പോയി കഴിക്കാം. ഞാൻ അവളോട് അവളുടെ ഭക്ഷണം വേണ്ട പറഞ്ഞു പോകുന്നല്ലേ. പിന്നെ എങ്ങനെ? ഇത് ആരോടാണ് പറഞ്ഞത്? നമ്മൾ ആരൊക്കെയാണ്? നമ്മളെല്ലാം ഒരു കുടുംബമല്ലേ. ചട്ടിയും കലമൊക്കെ ആകുമ്പോൾ തട്ടിയും മുട്ടിയിരിക്കും. അതുപോലെ അമ്മാവനും മരുമക്കളൊക്കെ ആകുമ്പോൾ 1-2 പറഞ്ഞ് വഴക്കിടും. അതൊന്നും കാര്യമാക്കണ്ട. അമ്മ അവിടെ നിന്ന് കഴിക്കും. കഴിക്കാല്ലേ? കഴിക്കാൻ മാവ എന്തോ. എന്നൊരു കാര്യം ചെയ്യും, തെയ്യൂൻ്റെ കൂടെ വാ. എന്നിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ചേച്ചിയും ലില്ലിയൊക്കെ കഴിക്കാൻ മാവ പറയുമ്പോൾ എനിക്കൊന്നും ഭക്ഷണം വേണ്ട പറയും. പിന്നെയും നിർബന്ധിക്കുമ്പോൾ വേണ്ട പറയുമ്പോൾ നീ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ദേഷ്യപ്പെട്ട് പറഞ്ഞു ഉണ്ടാ മര്യാദയ്ക്ക് ഇരുന്ന് കഴിക്കും എന്ന് പറഞ്ഞിട്ട് നീ ദേഷ്യപ്പെട്ട് എന്നെ നിർബന്ധിച്ച് കഴിപ്പിക്കണം. ആത്മാഭിമാനം വിശക്കുന്നുണ്ടല്ലോ നല്ലതായിട്ട്. അല്ല മരുന്ന് അറിയാം. ഞാൻ വരാം. എന്നാ വാ. ശരി. കുറച്ചുകൂടെ ചായ വേണോ നിനക്ക്? വേണ്ട, ഇനി ചോദിച്ചാൽ ലില്ലി ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. അമ്മാവ് ഇങ്ങോട്ട് വാ. അമ്മാവ് ഞാൻ നിങ്ങൾ ഞാൻ വരില്ലടാ. അങ്ങോട്ട് വാ, നടന്നു വാ. ഇല്ല അല്ല ആ അമ്മ പിണക്കൊക്കെ തീർന്ന പിണക്കോ? അതിന് അമ്മാവൻ ആരോട് പിണക്കം? എനിക്കാരോടും പിണക്കൊന്നുമില്ല. പിന്നെ ഞാൻ അവന്റെ വീട്ടിലൊന്നും മയങ്ങാൻ വേണ്ടി കിടക്കാൻ നിന്നാ. അപ്പൊ അവൻ പറഞ്ഞു കിടക്കൊന്നും വേണ്ട, ചേച്ചിയുടെ അടുത്ത് പോയി എന്തേലും സംസാരിച്ചിരിക്കാന്ന്. അവന് പകൽ ഉറക്കം പതിവാണ്. ഉറങ്ങിയില്ലെങ്കിൽ അവന് ഭയങ്കര മൂശയായിട്ടില്ലേ. ദണ്ട ഗിരിരാജൻ ആ കിടക്കയൊക്കെ ഒന്ന് നല്ലപോലെ വിരിച്ചിട്ടോട്. അതെ, അമ്മാവ് ഉറങ്ങിയില്ലെങ്കിൽ അമ്മന് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ കുറച്ച് കിടന്ന് ഉറങ്ങി എണീക്കുക. എന്നിട്ട് നമുക്ക് കാണാം. ഞാൻ പോയിട്ട് വരാം. ഉറങ്ങാനാണോ വന്നത്? അല്ലല്ലോ, ഉറങ്ങണ്ട. അമ്മാവന്റെ പണക്കൊക്കെ മാറിയ അമ്മാവന് ഒരു പണക്കുമല്ല. ലില്ലി വേണേ അമ്മയും അമ്മാവനും കൂടെ
കിടക്ക വിരിക്കണം. അല്ലല്ല കുഞ്ഞു വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്ന സമയം കൊണ്ട് നീ അമ്മാവന് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കും. എനിക്ക് വേണ്ട. എനിക്ക് എന്താ അമ്മാവാ ചുമ്മാ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് സംസാരിച്ചിട്ട് കിടന്നുറങ്ങാം. റീറ്റോ ചേട്ടാ ഓ. കഴിക്കാനൊന്നുമില്ല, തീർന്നല്ല. ആ അമ്മാവന് വേണ്ടി വെച്ചിരുന്നതാണ്. അപ്പൊ അമ്മാവന് വേണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ റൊണാൾഡോ അച്ചാച്ചൻ കഴിച്ചിട്ട് ഇപ്പൊ ഇതുവഴി ഓടി കണ്ടില്ലേ നിങ്ങള്? ഇങ്ങോട്ട് പറയൂ. അയ്യോ വഴക്ക് പിടിക്കല്ലേ? അമ്മാവാ കഴിച്ചില്ലേ? നീ എന്ത് ഈ രണ്ടെണ്ണമൊക്കെ ഉണ്ടാക്കി ഒരു രണ്ടെണ്ണം വെച്ചൂടെ അമ്മാവന്? എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയത് വേണ്ടെന്ന് പറഞ്ഞു ഇവിടെ വഴക്കിട്ട് പോയതല്ലേ. അമ്മാവാ ഇതെവിടെ പോന്നു? അതെ, എനിക്ക് പട്ടിണി കിടക്കാനൊന്നും പറ്റില്ല. എനിക്ക് സ്വന്തമായിട്ട് വീടും കുടുംബമൊക്കെ ഉണ്ട്. അമ്മാവാ ഇങ്ങോട്ട് അമ്മാവാ നിൽക്കാം. അവിടെ എന്താ കാണുമോ? രാവിലെ തൊട്ട് ഏതാണ്ട് വാത കയറിയ പോലെയാണ്. എന്തെങ്കിലും ഉണ്ടാക്കി കാണുമോ? ഉണ്ടാക്കിയതിന്റെ ബാക്കി വല്ല ഇരിപ്പുണ്ടായി എനിക്കൊന്നും അറിഞ്ഞൂടാ. കഷ്ടം തന്നെ. അവിടെ ഈ പറഞ്ഞ മാതിരി എണ്ണിച്ചുട്ടപ്പം പോലെ നമുക്ക് ആൾക്ക് കണക്കിനാണ് ഉണ്ടാക്കി വെച്ചത്. അതാണ് അവന്റെ വിശപ്പ് ഇതിരാവാൻ ഇങ്ങോട്ട് വന്നത്. ഊച്ചിക്കറും കൊണ്ട് നടന്നോളൂ. നിസ്സാര കാര്യമാണ് അവന്. എന്തായി കഴിച്ചാ? ആരും എന്ത് കഴിച്ചാ? നമ്മ പിണങ്ങിപ്പോയി. കഴിച്ചില്ലേ അപ്പോ? കഴിക്കാൻ ഇവിടെ വല്ലതും വേണ്ടേ? ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. അത് റൊണാൾഡോ അച്ഛൻ തിന്നിട്ട് പോയി. എന്റെ ചേച്ചി 1.5 ഇഡ്ഡലിയെ കൊടുത്തോളെന്ന് പറഞ്ഞു. എന്റെ പൊന്നെ 1.5 ഇഡലിയാണ് അവന് കൊടുക്കുന്നത്. 5 ഇഡ്ഡലിയാണ് 5 ഇഡ്ഡലി. 5 ഇഡലി നിന്ന് കൊച്ചിന് വെച്ച 2 ചോദിച്ചപ്പോ ഞാൻ കൊടുത്തില്ല. പറഞ്ഞില്ലേ അമ്മേ 1.5 ഇഡ്ഡലിയെ കൊടുത്തോളൂ. അതുകൊണ്ടല്ലേ ഞാൻ. പിന്നെ അമ്മാവന് ഞാൻ ഉണ്ടാക്കിയത് വേണ്ടാന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, അവിടെ ചെന്നപ്പോ ആ ഉണ്ടായിരുന്ന മുട്ട പൊട്ടിക്കിടക്കുന്നു. പൊട്ടിയാ? എങ്ങനെ പൊട്ടി? മുട്ട പിന്നെ ഈ കാറ്റടിച്ചിട്ട് താഴെ വീണു. അത് വല്ലാത്തൊരു കാറ്റായി പോയത്. ഈയിടെയായിട്ട് അവിടെ കാറ്റ് കൂടും. ഇത്രയും സമയമൊക്കെ അവന് വിശന്നിരിക്കാൻ പറ്റുമോ? ഗുളിക കഴിക്കേണ്ടതല്ലേ? ശരിയാ, ഷുഗർ ഇപ്പൊ വീട്ടിലോട്ടല്ലേ പോയത്? അവിടെ നിന്ന് വല്ലതും കഴിക്കും. അവിടെ എന്തെങ്കിലും ഉണ്ടായിട്ടില്ല എന്നെങ്ങനെ അറിയാം? നീ ഒന്ന് വിളിച്ച് ചോദിച്ചാണ്. സമയം വൈകില്ല. ഇനി അവിടെ എനിക്ക് ഭാര്യയുണ്ട് സ്വന്തമായിട്ട് വീണ്ടെന്ന് പറഞ്ഞു പോയതല്ലേ കാര്യം. എന്തൊരു സ്വഭാവമാണ് ഈ സഹോദരന്. ചെറുക്കായി ഇച്ചിരി വാശി ഇതും കൂടുതലാ. പറയിപ്പിക്കാനായിട്ടുണ്ടായ ജന്തു. അമ്മായി അതെ എന്തുവാടാ? അമ്മാവനെ ഇവിടുന്ന് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഒന്നും കഴിച്ചിട്ടില്ല. അവിടെ കഴിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ അമ്മാവനെ കരുതി വെക്കണേ. അങ്ങനെ എന്തിനാ അങ്ങോട്ട് വരുന്നേ? എന്നെ തലയോല പറമ്പിലേക്ക് ബസ് കയറ്റി വിട്ടിട്ടല്ലയോ അങ്ങനെ തറവാട്ടിലോട്ട് വന്നത്? തലയില പറമ്പ എന്താടാ? അല്ല അമ്മായി അപ്പൊ തലയില പറമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കണ? ഒന്നുമില്ല. ശരി അമ്മായി തലയില പറമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മാവൻ തന്നെ ബസ് കയറ്റി വിട്ടിട്ടാണ് വന്നിക്കണേ ഇങ്ങോട്ട്. അല്ല അവൻ ഇവിടെ വന്നിട്ട് അത് പറഞ്ഞില്ല അവളങ്ങോട്ട് പോകുമെന്നോ? എന്തൊരു കാര്യമാണ്. ഞാൻ അമ്മാവനെ വിളിച്ചു നോക്കിട്ടത് എന്ത് പരിപാടിയാണ്. അമ്മ ടെൻഷൻ അടിക്കണ്ട. അല്ല എവിടെ നീ അങ്ങനെ അത്ര വിശപ്പാണെങ്കിൽ എവിടെ കഴിച്ചോളൂ. എടുക്കണില്ല. എവിടെന്നെങ്കിലും കഴിക്കും അവൻ. ആ കടയിൽ കയറി എന്തെങ്കിലും അവനൊന്ന് കഴിച്ചൂടെ? കഴിക്കും അമ്മേ. ഇനി അമ്മ എന്തിനൊക്കെ അറിയണേ? അല്ല എനിക്ക് അവന് കൊച്ചൊന്നും അല്ലല്ലോ അമ്മാവൻ. എടുക്കുന്നില്ല. ഇത് എന്തൊരു ഞാൻ പറഞ്ഞില്ല എടുക്കൂല. ദൈവമേ, അവൻ വലുതും കഴിച്ചാന്ന് ആർക്കറിയാ? അല്ല ഞാനെന്തിനടി കിടന്ന് ടെൻഷൻ പിടിക്കുന്നത്? കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ. അവന്റെ ആരോഗ്യം നോക്കേണ്ടത് അവനല്ലേ. പോയിട്ട് വരട്ടെ, കഴിക്കട്ടെ. പറയുമ്പോഴും ഉള്ളിലൊരു തീ കിടന്ന് തിളയ്ക്കണത് നമുക്കറിയാം. അമ്മേ എന്നാ ചായ. നട്ടുച്ചക്ക് ഈ ഉച്ചക്കാണ് കട്ടൻ ചായ. അമ്മേനോട് ചോദിച്ചായിരുന്നു. ഞാനും കേട്ട് അമ്മ കട്ടൻ ചോദിക്കണം. ഞാൻ ഓർമ്മിക്കുന്നില്ല. ഇതെല്ലാം വിചാരങ്ങളാ മനസ്സിനകത്ത്. അതിപ്പോ ഈ പറഞ്ഞില്ലേ ചെറുക്കന്റെ ഈ സ്വഭാവം കണ്ടിട്ട് അമ്മാവൻ പട്ടിണി കിടക്കണേ അമ്മ ആദ്യം പിടിച്ച് ചാകും. ഒരു നേരമല്ലേ ഉള്ളൂ. അല്ല എന്നാലും ഈ അമ്മായി പോയ കാര്യം ഒന്നും പറഞ്ഞില്ല. ഒരു വാക്ക് ആരും ഒന്നും പറയാൻ നിൽക്കേണ്ട. ദേഷ്യത്തിലാണ് എന്തോ എടുക്കാൻ മറന്നെന്നാണ് എനിക്ക്. അവന് ദേഷ്യമൊന്നുമില്ല. നിങ്ങൾ ചുമ്മാതിരിക്കുകയും പോലും ദേഷ്യം പിടിപ്പിക്കാറ്. അമ്മാവാ ഞാൻ വിളിച്ചിരുന്നു കുറെ പ്രാവശ്യം. എന്തടയില്ലേ ഒരു വായ പൊളിച്ച് നോക്കിക്കൊണ്ടിരിക്കണ്? പോയിട്ട് കഴിക്കാൻ തന്നെ എടുത്തു വെക്കണി. രാവിലെ ഒന്നും കഴിച്ചില്ല. ബസ്സിട്ട് കണ്ണ് കാണല്ലേ അവിടെ. അമ്മ മീൻ കൂടെ വറുത്താൽ മതി, പെട്ടെന്ന് ചോറിടും. അവിടെ എല്ലാം റെഡിയല്ലേ? അവിടെ എല്ലാവരും കഴിക്കാം. അല്ല വേണ്ട, ഇവിടെ മീനുണ്ട്, മീൻ കറിയും ഉണ്ട്. മീൻ വറുത്താൽ മതി. എവിടെ നിന്നായിരുന്നു എടുത്തു വെക്കേ. നീ മീൻ വറക്ക്. അവിടെ ബാക്കിയെല്ലാം എടുത്തു വെക്കാം. നമുക്ക് ഒരുമിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ എടുത്തു വെക്കാം. ഞാൻ വരാം. എടുത്തു വെക്കും. അട്ടകാശമൊക്കെ തീർന്നാ നിനക്ക്? തീർന്നാ? അല്ല നീ ആരാണെന്നാ നിന്റെ വിചാരം? നീ കൊച്ചുകുട്ടിയാണാ? നിനക്ക് 10-20 വയസ്സല്ല, എന്നെക്കാൾ 5 വയസ്സിന്റെ എളുപ്പമേ ഉള്ളൂ നിനക്ക്. ചിന്തിച്ച് പെരുമാറണം. ചിന്തിച്ച് പെരുമാറിയില്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അട്ടകാശം വിശപ്പ് വേണം.
ഇത് നീ വിശന്ന് കിടന്നു വിരിഞ്ഞാലേ നിനക്കാണ് കേട്. ഇവിടെ ആർക്കും ഒന്നുമില്ല. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ പെണ്ണും പിള്ളയ്ക്ക് നീ ഇല്ലാതെ പോയി. എനിക്ക് എൻ്റെ മക്കളും മരുമക്കളും എല്ലാവരും ഉണ്ട്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അറിയാമോ? നീ കിടക്കുന്നിടത്ത് കിടക്കേണ്ടി വരും. അല്ല, നീ അവള് പോയ വിവരം ഒന്നും ഇവിടെ പറയാത്ത എന്തായിരുന്നു? അല്ല, എന്തുകൊണ്ട് പറഞ്ഞില്ല? എനിക്കതാ അറിയേണ്ടത്. ഇനിയെങ്കിലും ആലോചിച്ച് പെരുമാറണം. ഞാൻ കാര്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ചാട്ടവും ഓട്ടവും ബഹളം അട്ടഹാസം. ചേച്ചിയെ, എനിക്ക് ഒരുപാട് പരിചയക്കാരും സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ഉണ്ട്. അവരോടൊന്നും ഞാൻ പിണങ്ങാറുമില്ല, ഇണങ്ങാറുമില്ല, ദേഷ്യപ്പെടാറുമില്ല. പക്ഷെ ഇവിടെ ഉള്ളവർ അങ്ങനെയല്ല. ചേച്ചി മക്കള് എനിക്കെല്ലാം. കല്യാണം കഴിഞ്ഞ് കുറെ കഴിഞ്ഞ അതിനൊക്കെ ഒരു മാറ്റം വരുന്ന കരുതി. പക്ഷെ മാറ്റം വരുന്നില്ല. എനിക്ക് എന്റെ ഭാര്യയൊക്കെ വലുത് ഇവിടുത്തെ ചേച്ചിയും കുട്ടികളാ. അവരെന്തെങ്കിലും പറയുമ്പോ എനിക്ക് സഹിക്കില്ല. അതുകൊണ്ടാ ഞാനിങ്ങനെ ആയിപ്പോയി. എന്താ ചെയ്യാ? സാരമില്ല. ലില്ലേ, തങ്കം, എന്തായാലും ഒന്നും റെഡിയായില്ലേ? ദേ ഇപ്പൊ എടുക്കുക. 5 മിനിറ്റ് അമ്മാവ, 5 മിനിറ്റ്. ആ വേടക്ക് നിനക്ക്